ഹായ് ഫ്രണ്ട്സ്, താനീസ് കിച്ചൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുതിയ റെസിപ്പി, ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കോടെ 4 എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, ക്യാബേജ് ലേശം എടുത്തിട്ടുണ്ട്, സവോള ചെറിയൊരു സവോള സ്ലൈസ് ആയിട്ട് നല്ല കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞുണ്ട്, ഒരു 6 കഷ്ണം ബ്രെഡ് ഉണ്ട്, ലേശം ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട്, പിന്നെ ബട്ടർ ലേശം ആവശ്യമുണ്ട്. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. അതായത് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിത് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചെങ്ങനെ ഇടുകയാണ്. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ആ കുരുമുളക് പൊടി അത് ഇട്ടു, പാകത്തിനുള്ള ഉപ്പും ചേർത്തു. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ഭംഗിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രീതിക്ക് നല്ല ഭംഗിയായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പാന അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ ബട്ടർ നമുക്കൊന്ന് ബട്ടറൊക്കെ ഒഴിച്ച് നമ്മുടെ പാൻ ചൂടായി നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ഏകദേശം ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മളത് ചെയ്തെടുക്കണം. അതെ, ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമ്മൾ മറ്റേ സൈഡിനെ കൂടി മറിച്ചിട്ട് വെച്ച് സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിലേക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നമ്മൾ. നമുക്ക് ആ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ലേശം ബട്ടറോടെ നമ്മൾ ഇട്ടു. ബ്രെഡ് അതിനകത്തേക്ക് വയ്ക്കുകയാണ്. ഫില്ലിങ് വയ്ക്കുകയാണ്. ലേശം സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ മേളിൽ മൊത്തം വരാൻ പാകത്തിന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ബ്രെഡ് എടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇപ്പോൾ തന്നെ ഒരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഭംഗിയായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. ശരിക്കും ഇത് ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മളത് വേറൊരു ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയങ്കരനായ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയാട്ടോ. ഒന്ന് നോക്കിക്കേ, അടിപൊളി, നല്ല രസകരമായ രീതിയിൽ, രുചികരമായ രീതിയിൽ നമുക്ക്, അതേപോലെ തന്നെ ഹെൽത്തി ഫുഡാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 മണിക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയ ഫുഡാണ്, ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക, വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. 100% റിസൾട്ട് ഓക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. പെർഫെക്റ്റ്. മച്ചാനത് ഒരളിയാ.